ലാവ്ലിൻ കേസ് ഉൾപ്പെടെ ഉദാഹരിക്കുകയാണ്. ലാവ്ലിൻ കേസിനകത്ത് പ്രതിപ്പട്ടികയിൽ ശ്രീ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല. ബഹുമാനായ ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തി പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കാലത്താണ് വിജിലൻസ് അന്വേഷിച്ചത്, പ്രതിപ്പട്ടികയിൽ ശ്രീ പിണറായി വിജയൻ ഇല്ല. പക്ഷേ അങ്ങനെ ഇല്ലാത്തൊരു റിപ്പോർട്ട് വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഒത്തുകളിക്കുകയാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടി CBIക്ക് വിടുകയാണെന്ന് പറഞ്ഞിട്ട് വിടുന്നത്. അപ്പോഴാണ് ഇപ്പോൾ എലക്ഷൻ പറയുന്ന ആരാ? UDF. എലക്ഷൻ്റെ തൊട്ട് മുമ്പേ അവസാനത്തെ ക്യാബിനറ്റ് യോഗം, പിന്നെ ഒരു തീരുമാനമെടുക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന് അന്ന് അവകാശമില്ല കേട്ടോ. അവസാനത്തെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പുള്ള അവസാനത്തെ ക്യാബിനറ്റ് യോഗത്തിൽ പ്രതിപ്പട്ടികയിൽ, സ്വന്തം വിജിലൻസ് അന്വേഷിച്ച് പ്രതിപ്പട്ടികയിൽ ഇല്ലാതിരുന്ന ആളെ പ്രതിപ്പട്ടികയിലില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് എന്നാലും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് CBIക്ക് വിട്ട ആളുകളാണ് ഈ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്താൽ നല്ലത്. അത്രേ പറയാനുള്ളൂ. അന്ന് ഓർക്കുന്നത് നല്ലത്. ഇവിടെ നേരത്തെ അദ്ദേഹം ചില ന്യായീകരണത്തിന് വേണ്ടി പറഞ്ഞു. എനിക്ക് അധികം സമയമൊന്നും വേണ്ട. ശ്രീ VD സതീശൻ എത്രമാത്രം കളവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു മിനിറ്റിൽ താഴെ മാത്രം സമയം അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന് VD സതീശൻ്റെ വാചകങ്ങൾ നമുക്ക് കേൾക്കാം. അധികം സമയമില്ല, കട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് കേൾക്കണമല്ലോ, എന്താണ് പറഞ്ഞതെന്ന് കേൾക്കണം. ഒറ്റ മിനിറ്റ്. ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട്. ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി, ഞാൻ സഹായം മേടിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു മലയാളി വനിതയാണ് തിരുവനന്തപുരത്തേര്, അവരാണത് ഹോസ്റ്റ് ചെയ്തത്. ആ പരിപാടി അവരാണ് നടത്തിയത്. വലിയ ഒരു ലഞ്ച് മീറ്റിംഗ് നടത്തി. അവരെല്ലാം അവിടെ അങ്ങനെയാണ് നടന്നത്, സ്പോൺസർമാർ. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ലണ്ടനിൽ പ്രസംഗിച്ച രഹസ്യമായിട്ടാണ് ലണ്ടനിൽ ബർമിംഗ്ഹാമിൽ പോയി ഞാൻ സംസാരിച്ചത്. ആ സ്ത്രീ ഇവിടെ തിരിച്ചെത്തി. അവരവിടെ നിന്ന് കളക്ട് ചെയ്ത പണം ചെക്കായിട്ട് ഇവിടെ വിതരണം നടത്തി. ടൗണിലെ ബർമിംഗ്ഹാമിൽ ക്ലൈമറ്റ് റെസിലിയൻസിനെ സംബന്ധിച്ച ഒരു വലിയ സെമിനാറിൽ സംസാരിക്കാൻ എന്നെ ഗസ്റ്റായി വിളിച്ചപ്പോൾ ഞാൻ അവിടെ നടത്തിയ പ്രസംഗത്തിന്റെ CD ആണ് അദ്ദേഹം പറയുന്ന. ഈ CD എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നതാണ്. ഞാൻ വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് എന്റെ പുനർജനി പദ്ധതിക്ക് വേണ്ടി ₹1 പോലും പിരിച്ചിട്ടില്ല. ഒരു കാര്യം അശ്മി കേട്ടിരിക്കും എന്ന് കരുതുകയാണ്. ഇത് VD സതീശൻ പറഞ്ഞ പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ഈ പറഞ്ഞ കാര്യത്തെയാണ് നമ്മൾ കാണേണ്ടത്. ഒരു നിയമസഭ പോലെയുള്ള ഒരു സ്ഥലത്ത് പച്ചയായ കളവ്, ഞാൻ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വലിയൊരു സെമിനാറിനാണ് സംസാരിക്കാൻ വേണ്ടി പോയതെന്ന് പറയുക, എന്നിട്ട് എൻ്റെ ഫേസ്ബുക്കിലുള്ള കാര്യം ഉൾപ്പെടെ എന്താണ്, ആ പരിസ്ഥിതി കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുക, എന്നിട്ട് യഥാർത്ഥത്തിൽ അവിടുന്ന് പണം പിരിക്കുക, പണം പിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ നാം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അങ്ങനെ പണം പിരിക്കാൻ, അഭ്യർത്ഥന നടത്താൻ, പണം പിരിച്ച് ഇവിടെ ചെക്ക് മുഖേന തിരുവനന്തപുരത്ത് എത്തിക്കാൻ ശ്രീ VD സതീശന് എന്ത് നിയമപരമായ അവകാശമാണുള്ളത്? അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുകയാണെന്നാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത്. അദ്ദേഹം ഈ രാജ്യത്ത് ലോകത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് പണം കോർഡിനേറ്റ് ചെയ്ത് പല അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയും ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും ആക്ഷേപിച്ചത് ഞങ്ങളാരുമല്ല. ഈ കേസെല്ലാം കൊടുത്തിരിക്കുന്നത് പഴയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അവരാണ് കോടതിയിൽ പോയത്, അവരാണ് വിജിലൻസിൽ പരാതി കൊടുത്തതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിത്വം എങ്ങനെയായിരുന്നുവെന്നും അദ്ദേഹം എങ്ങനെയാണ് ഇന്നത്തെ നിലയിലേക്ക് വളർന്നു വന്നതെന്നും അദ്ദേഹത്തിൻ്റെ മണി ചെയിൻ ചരിത്രം ഉൾപ്പെടെ പറഞ്ഞ് ഞങ്ങളല്ല, ഇപ്പോൾ കൂട്ടുചേർന്നുകൊണ്ടിരിക്കുന്ന ശ്രീ അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ AICC മെമ്പറായിട്ടുള്ള അണി റോസ്ബെൽറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം കൊണ്ടുവന്ന പണം അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ, ഞങ്ങളിങ്ങനെ വലിയ സാമൂഹ്യ സേവന പ്രവർത്തനം നടത്താൻ കോർഡിനേറ്റ് ചെയ്യുകയാണെന്ന്. അതിനെക്കുറിച്ച്, വീട് നിർമ്മിച്ചതിനെക്കുറിച്ച് ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ 200-ലധികം വീട് നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ നിർമ്മിച്ച സ്ഥലമെങ്കിലും പറവൂരിൽ പറയണ്ടേ? പറയാൻ വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു വീടിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും വീട് എവിടെയാണ് പറവൂർ മണ്ഡലത്തിൽ നിർമ്മിച്ചത് എന്ന് പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇത് വലിയ ആക്ഷേപമായി ഉയർന്നപ്പോൾ പിന്നെ എന്താ പറഞ്ഞത്? ഞാൻ ഗവൺമെൻറ് ഓഡിറ്റ് അല്ല, സോഷ്യൽ ഓഡിറ്റ് നടത്തും, ജനങ്ങളുടെ മുന്നിൽ ഓഡിറ്റ് നടത്തും. എപ്പോൾ നടത്തി? ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഓഡിറ്റ് നടത്താൻ തയ്യാറുണ്ടോ? എത്ര പണം പിരിച്ചു? ബർമിംഗ്ഹാമിൽ ഒരു ടേബിളിൻ്റെ മുന്നിൽ നിന്ന് 500 പൗണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ടേബിൾ ഉണ്ടായിരുന്നു? എത്ര കോടിയാണ് പിരിച്ചത്? ഇന്ത്യൻ റുപ്പിയായി മാറ്റുമ്പോൾ എത്ര കോടി? ഓരോ സംസ്ഥാനത്തും ഓരോ രാജ്യങ്ങളിൽ പോയി എത്രയാണ് പിരിച്ചത്? അന്വേഷിച്ചാൽ അറിയാം. ഹാഷ്മി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വിദേശത്ത്
സതീശൻ പോയി എല്ലാ വിദേശ രാജ്യത്തും ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. പലരും ലഞ്ച് മീറ്റിംഗിൽ പോകാതിരുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്. നമ്മൾ അങ്ങനെ താങ്കൾ ആരോപിച്ചത് അവിടുന്ന് പണം വന്നു, അവിടുന്ന് പണം വന്നിട്ട് വിവിധ അക്കൗണ്ടുകളിലായി രാഷ്ട്രീയ അട്ടിമറിക്കുള്ള പണം എന്ന് പറഞ്ഞാൽ അഴിമതി നടത്തിയെന്നുള്ളതാണ് അല്ലേ? വിജിലൻസ് അന്വേഷിച്ചു അഴിമതി ആംഗിൾ അന്വേഷിച്ച് കൊടുത്ത റിപ്പോർട്ട് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ്. അത് നടത്തിയ സർക്കാരിന്റെ വിജിലൻസ് ആണ്. അതിന് മറുപടി എന്താണ്? അല്ല, അവിടെ തന്നെയാണ്. അതെ, അല്ല അതുകൂടി ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതും നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ പറയാം. അതായത് ഈ 2 കോൺഗ്രസ് പ്രതിനിധി പങ്കെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ മുന്നിൽ ടെലിവിഷൻ ഇല്ല. 2 രീതിയിൽ ഒരേ വാദം ന്യായീകരിക്കുന്ന ആളുകളെ ഇതിൽ കണ്ടു. ഞങ്ങൾക്കെതിരായിട്ട് 2 ആൾ പറയുന്ന ഒരേ വാദങ്ങൾ കേട്ടു. അതുകൊണ്ട് ചോദിച്ചാൽ പിന്നെ ഒന്ന് സ്പീക്കർക്ക് നൽകിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞല്ലോ, ആ സ്പീക്കർക്ക് നൽകിയ റിപ്പോർട്ട് തന്നെ. അതായത് ഒറ്റ റിപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെതുള്ളൂ. ഈ പറഞ്ഞ പണം ഞങ്ങളിങ്ങനെ അന്വേഷിക്കുമ്പോൾ ഈ പണം വന്നിരിക്കുന്നത് വിദേശത്തു നിന്നാണ്. അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പണം പിരിച്ചിട്ടുണ്ട്, വിവിധ അക്കൗണ്ടുകളിലൂടെ വന്നിട്ടുണ്ട് എന്നതുവരെ എത്തി നിൽക്കുന്നു. ഇനി അങ്ങോട്ട് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കഴിയില്ല. ഒരു ദേശീയ ഏജൻസിക്കേ കഴിയൂ. കാരണം ഈ പണം വന്നതും എല്ലാം അതുകൊണ്ടാണ്. ആരും പറയുന്നില്ല സജീഷ്. ചുമ്മാ ഇല്ല, അതൊക്കെ സജീഷിന്റെ വ്യാഖ്യാനങ്ങളാ. അങ്ങനെ എവിടെ ആരും പറയുന്നില്ല. സജീഷ്, നമുക്ക് മുന്നിലുള്ള തെളിവ് എന്താണ്? നമുക്ക് മുന്നിലുള്ള ഒറ്റ മിനിറ്റ്, അങ്ങനെ റിപ്പോർട്ടൊന്നുമില്ല. അങ്ങനെ റിപ്പോർട്ടൊന്നും നമുക്ക് മുന്നിലുള്ള റിപ്പോർട്ട് വിജിലൻസിന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അഴിമതി, ഈ പറയുന്ന അഴിമതി നിയമം സെക്ഷൻ 7(7) വകുപ്പ് 1 എന്നാ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ആരോപണം നിലനിൽക്കുക? അല്ല അങ്ങനെ വിജിലൻസ് അങ്ങനെ ഒരു റിപ്പോർട്ട്, വിജിലൻസിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തുവിട്ടെ. കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ അതായത് ഈ സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറോട് വിജിലൻസ് ഒന്നും അന്വേഷിക്കാതെ പറയുമോ? ചുമ്മാ കൊടുക്കുവോ? ഞാൻ പറയട്ടെ ആഷ്മി. ശരി, നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടി വരും, എത്തിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനെ ചില ചിന്തയുണ്ടാവും, കുഴപ്പമില്ല, അതിലൊന്നും ഇവിടെ തടസ്സമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ രീതിയിൽ റിപ്പോർട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഈ അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണത്. യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പറയട്ടെ. സ്പീക്കർ പറയുന്ന വിജിലൻസിനോടാണ്. വിജിലൻസ് അന്വേഷണ ഏജൻസിയാണ്. വിജിലൻസ് ചുമ്മാ ഒരു കൊട്ടത്താപ്പിൽ സ്പീക്കർക്ക് റിപ്പോർട്ട് കൊടുക്കില്ല. വിജിലൻസ് അന്വേഷിക്കും. വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയത് അഴിമതി കണ്ടെത്തിയിട്ടില്ലെന്നാ പറയുന്നത്. ആരുടെ വിജിലൻസ്? നമ്മുടെ വിജിലൻസ്, സർക്കാരിന്റെ വിജിലൻസ്. അതിനെ നിരാകരിക്കാണോ സതീഷ്? എങ്ങനെ നിരാകരിക്കാൻ പറ്റുക? ആഷ്മി ഇങ്ങനെ പ്രയാസപ്പെടല്ലേ? ആഷ്മിക്ക് ആദ്യത്തെ ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാം സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് നല്ല ഒരു അവസാനം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യാലോ. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ആഷ്മിക്കുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി ആളുകൾ കേൾക്കട്ടെ. അതായത് ഒരു കാര്യം, വിജിലൻസിന് 2 റിപ്പോർട്ടില്ല, വിജിലൻസിന് ഒറ്റ റിപ്പോർട്ടേ ഉള്ളൂ. ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായി CBI അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയ റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. മറ്റെന്താണ് ഈ പറഞ്ഞ സംശയം, ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം വന്നിട്ടുണ്ടോ എന്ന ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മാത്രമാണത്. ആ ഉത്തരം വെച്ചിട്ട് ഇതാണ് വിജിലൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാണ്. വിജിലൻസ് റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് വിദേശ വിനിമയ ചട്ട ലംഘനം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. പണം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ പണം ചെലവഴിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CBI അന്വേഷിക്കട്ടെ. എങ്കിൽ ആഷ്മി തെളിയിക്ക്. അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആഷ്മി റിപ്പോർട്ട് ആഷ്മി എവിടെ വെച്ചിട്ടാ പറയുന്നത്? CBI അന്വേഷിക്കണം എന്നുള്ള റിപ്പോർട്ടാണുള്ളത്. താങ്കൾ റിപ്പോർട്ട് അയച്ചു തരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.